ഏവർക്കും നമസ്കാരം. ഇവിടെ ചില ആൾക്കാർ ചില സന്ദർഭങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അതിൽ അന്ത്യേഷ്ടികർമ്മമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിലൊരാൾ മൃതീഭവിച്ചു കഴിഞ്ഞാൽ ആ മൃതൻ്റെ പാതയം അഥവാ വലിച്ചോറ് കാക്കകൾ ഭക്ഷിക്കുന്നില്ല. അതുകൊണ്ട് മരിച്ചയാൾക്ക് തൃപ്തിയായില്ല, അല്ലെ അയാൾക്ക് മോക്ഷം കിട്ടുമോ എന്നുള്ളത് പൊതുവെയുള്ളൊരു ധാരണയാണ്. എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യവുമാണ്. ഇവിടെ ഉശനസ്മൃതി, അതുപോലെ തന്നെ ഉത്തരരാമായണം, ഇതിലൊക്കെ പറയുന്നത് പക്ഷികൾ ഉച്ഛിഷ്ടം ഭോജിച്ചു കഴിയുമ്പോൾ അത് പിതൃക്കൾക്ക് തൃപ്തിയാകും എന്നുള്ളൊരു സങ്കല്പമാണ് ഈ പറയുന്ന ഉശനസ്മൃതിയിലും ഉത്തര രാമായണത്തിലൊക്കെ പ്രതിപാദിക്കുന്നു. ഇവിടെ ഈ മന്ത്രം ഒന്ന് നോക്കുക. ഓം യമോസി യമഭൂതോസി വായസോസി മഹാബല സപ്ത ജന്മകൃതം പാപം ബലി കുഞ്ചീത വായസ. ഇവിടെ നമ്മൾ പാതയെ അല്ലെങ്കിൽ ബലിച്ചോറ് കൊണ്ടുപോയി നൽകുന്നത് സപ്തജന്മം, 7 ജന്മം, സപ്തജന്മത്തിലെ എൻ്റെ പാപങ്ങൾ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പുഞ്ചീത വായസ. പുഞ്ചീത എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, വായസം കാക്ക, വായസങ്ങൾ കാക്കകൾ. എൻ്റെ 7 ജന്മത്തിലെ പാപങ്ങൾ കാക്കകൾക്ക് ഭോജനമാകട്ടെ എന്നുള്ളതാണ്. അവിടെ പിതൃക്കൾ തൃപ്തിയാകണം എന്നുള്ളതല്ല, ആ വെക്കുന്ന ആൾക്ക് അയാളുടെ പാപം തീരട്ടെ എന്നുള്ളതാണ്. പിന്നെന്താ, വായസം, മത്സ്യം, ശോനൻ, കാമധേനു അല്ലെങ്കിൽ ഗോ, പശു, ഇവർക്കൊക്കെ ഇത് കൊടുക്കുമ്പോൾ പിതൃക്കൾ തൃപ്തരായി എന്ന് സങ്കല്പിക്കുകയാണ്. അതിൻ്റെ ആധികാരികമായിട്ട് പറയുന്നത് സപ്തജന്മത്തിലെ പാവങ്ങൾ, ഞാൻ ചെയ്ത സപ്തജന്മങ്ങളിലെ പാവങ്ങൾ കാക്കകൾക്ക് അല്ലെങ്കിൽ വായസത്തിന് ഭോജനമാകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മരിച്ച വീട്ടിൽ കാക്കകൾ ബലിച്ചോറ് കഴിച്ചില്ല എന്നും പറഞ്ഞ് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല. രണ്ടാമത് പട്ടി കഴിച്ചെന്നും പറഞ്ഞ് തെറ്റില്ല, പട്ടിക്ക് അവകാശപ്പെട്ടതാണ്. നാലാമത്തത് ശോനഭോജനമാണ്, ശോനന് കൊടുക്കുക എന്നുള്ളതാണ്, ഓടിക്കേണ്ട കാര്യമില്ല ഇവിടെ. അപ്പോൾ ഇതൊക്കെ മുമ്പും ഞാനിത് പലപ്പോഴും പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, നിത്യം വിളിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ കർമ്മം എത്ര ദിവസം ആചരിക്കണേ എന്നുള്ളത് നോക്കാം. സമസ്ത ഗ്രന്ഥങ്ങളും പറയുന്നത് 12 ദിവസമാണ്. ഇവിടെ 10 ദിവസം പുലയാചരിച്ച് 11ാമത്തെ ദിവസം പഞ്ചഗവ്യം സേവിച്ച് പുലവീടി 12ാമത്തെ ദിവസം അവിടെ ആചരിക്കുക എന്നുള്ളത് അത്രയേ ഉള്ളൂ. 16 ഇല്ല. 16 മറ്റൊരു സമുദായത്തിൻ്റെ കുലാചാരത്തിൽപ്പെടുന്നതാണ്. ക്രിയാദി കർമ്മങ്ങളെല്ലാം 12 ദിവസം കൊണ്ട് മുടിക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഏകോദിഷ്ടമാണ്. പ്രഥമ സംവത്സരത്തിൽ ഏകോദിഷ്ട ശ്രാദ്ധം നടത്തി പാതയ സമർപ്പണം. അതിനപ്പുറത്തേക്കൊന്നും ഗ്രന്ഥം അനുമാനിക്കുന്നില്ല. പിന്നെ ഓരോരുത്തരിങ്ങനെ വായിക്കിടക്കുന്ന നാക്കുകൊണ്ട് പലതും പറഞ്ഞ് പലർക്കും ഇത് അറിയത്തില്ല എന്നുള്ളതാണ്. പലരും പല ചീട്ട്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. ഒരു ABCD പോലും അറിയാൻ വരാത്തവരാണെന്ന് സമൂഹത്തിൽ പലരും, അറിയാവുന്നവരുണ്ട്. പക്ഷെ പലരും ചെന്ന് പെടുന്നതല്ല ഈ അറിയാൻ മേലാത്ത ആൾക്കാരുടെ അടുത്താണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഏവർക്കും
നന്മയുണ്ടാകട്ടെ. കരിനീലിയമ്മയും സർവ്വവടിമാനമക്കളുടെ അനുഗ്രഹാശിസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകുമാറാകട്ടെ. ഓം നമഃ ശിവായ.